ഇടുക്കി കുമളിയിൽ യു.ഡി.എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സ്ഥലത്തെത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ക്വാഡിനോട് വാക്കുതർക്കമുണ്ടായതിനെ തുടർന്ന് 5 പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് കോൺഗ്രസിന്റെ വാദം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഫാഷൻ ഹീൽസ്, പുളിയൻമല റോഡ്, കട്ടപ്പന. കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം കുമളി വ്യാപാര ഭവനിൽ വെച്ച് നടന്ന യു.ഡി.എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സ്ഥലത്തെത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിശോധനാ സംഘം യോഗത്തിന്റെ ഫോട്ടോയും വീഡിയോയും പകർത്തിയതാണ് കോൺഗ്രസ് പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത്. ദൃശ്യങ്ങൾ പകർത്തിയ ഉദ്യോഗസ്ഥരുടെ സംഘത്തെ കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു ബഹളം ഉണ്ടാക്കി കൺവെൻഷൻ നടത്തിയ ഹാളിൽ നിന്ന് പുറത്താക്കി. ഉദ്യോഗസ്ഥരെടുത്ത ഫോട്ടോയും വീഡിയോയും കോൺഗ്രസ് പ്രവർത്തകർ ഡിലീറ്റ് ചെയ്യിച്ചു. സ്ഥാനാർത്ഥിയായി പാർട്ടി തിരഞ്ഞെടുത്ത വ്യക്തി നാമനിർദ്ദേശ പത്രിക പോലും സമർപ്പിക്കുന്നതിന് മുൻപ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ ഇടപെടൽ നിയമവിരുദ്ധമാണെന്നാണ് യു.ഡി.എഫ് പ്രവർത്തകരുടെ വാദം. ഇടുക്കി ജില്ലയിലെ യു.ഡി.എഫിൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനം നടന്നിട്ടുള്ളത്. ഇവിടെ യു.ഡി.എഫിൻ്റെ കൺവെൻഷൻ നടക്കുന്ന ഹാളിലേക്ക് രണ്ട് പോലീസുകാരും 3-4 ഉദ്യോഗസ്ഥന്മാരുടെ കയറി വരികയും അവിടെ ഇരിക്കുന്ന സ്ത്രീകളടക്കമുള്ളവരുടെ വീഡിയോ എടുക്കുകയും അവിടെ പ്രകോപനകരമായി പെരുമാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. കേന്ദ്രം ഭരിക്കുന്ന BJPയും കേരളം ഭരിക്കുന്ന പിണറായിയുടെ ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ഈ സംഭവം നടക്കുമ്പോൾ വേദിയിലുണ്ടായിരുന്ന നേതാക്കന്മാർക്കെതിരെയാണ് ഇപ്പം ഈ കേസെടുത്തിരിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥൻ ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥനാണോ CPMൻ്റെ ഏരിയ സെക്രട്ടറി ആണോ എന്നാണ് ഞങ്ങളിപ്പോൾ സംശയിക്കുന്നത്. CPM-BJP കൂട്ടുകെട്ടിന്റെ ഭാഗമായി സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുകയാണെന്നും യു.ഡി.എഫ് ആരോപിച്ചു. LDFന്റെയും NDAയുടെയും തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ ഒരു പരിശോധനയ്ക്കും ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ലെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതുൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കുമളി പോലീസ് കേസെടുത്തത്. ഇടുക്കി ലൈവ് ന്യൂസ്, കുമളി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹൈ റേഞ്ചിലെ ഏറ്റവും വലിയ ഫുട്വെയർ വിസ്മയം ഇനി കട്ടപ്പനയ്ക്ക് സ്വന്തം. ഫാഷൻ ഹീൽസ് ഏപ്രിൽ 8 രാവിലെ 10:30 കട്ടപ്പന പുളിയൻമല റോഡിൽ താരറാണി ഹണി റോസ് ഉദ്ഘാടനം ചെയ്യുന്നു. ബ്രാൻഡഡ് കമ്പനികളുടെ അതിവിപുലമായ കളക്ഷൻസ്. ഫാഷൻ ഹീൽസ്, പുളിയൻമല റോഡ്, കട്ടപ്പന.